ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചായക്കടിയാണ് രാവിലത്തെ. ഇന്ന് ഇലയുടെയാണ്. കുറേ ദിവസമായിട്ട് കുഞ്ഞിന് ഇലയുടെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ എണീച്ചപ്പാട് ചോദിക്കും, ലാവു ഇല ഇല്ലേ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും എല്ലാവർക്കും കൂടെ ഇലയുടെ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതേ ഇലയുടെ പരിപാടിയിലാണ് രാവിലെ തന്നെ. അപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞല്ലോ 8-ാം തീയതി നമ്മുടെ വാവ വലുതായി. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇലയുടെ ആയി. ഇനി ഇത് കഴിച്ചിട്ട് ഇനിയും പരിപാടികളൊക്കെ ഉണ്ട് അത്രേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സപ്പോട്ട കണ്ടു. ഞാൻ സ്ഥിരമായിട്ട് നോക്കിയിട്ട് രസം പിടിക്കുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ആ സപ്പോട്ട മുറിക്കലായി. അതുകൊണ്ടാണ് കേട്ടോ അത് കാണിച്ചു തന്നത്. പിന്നെ പരിപാടി ഉണ്ടായിരുന്നത് അമ്മയുടെ മുടി മുറിക്കാനാണ്. കുറച്ച് നന്നായിട്ട് തന്നെ മുറിച്ചു. അമ്മ പറഞ്ഞു കുറച്ച് കയറ്റി മുറിച്ചോന്ന്. അങ്ങനെ കയറ്റി മുറിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മുടി നന്നായിട്ട് പെട്ടെന്ന് നീളം വെക്കും. പിന്നെ ഇതാ നിങ്ങളിപ്പോൾ കണ്ടത് അച്ഛനെയാണ്. അച്ഛൻ അപ്പുറത്തെ പുറമെന്ന് അമ്മായിക്ക് വേണ്ടിയിട്ട് തേങ്ങ വരയ്ക്കുകയാണ്. പിന്നെ ഉച്ചക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കൊത്തവരയായിരുന്നു ഇന്ന് വറക്കാനുണ്ടായിരുന്നത്. പിന്നെ ഞണ്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ. അച്ഛൻ മീൻ മേടിക്കാൻ പോയിട്ട് ഞണ്ട് കണ്ടാൽ ഞണ്ടേ മേടിക്കുള്ളൂ. എന്താ വെച്ചാൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതാണ് അച്ഛൻ മേടിക്കാറ്. പിന്നെ ഇത് കൊത്തവര വറവ് ആയി. പിന്നെ നമ്മൾ ഞണ്ട് കറി ആയി. അപ്പോൾ ഇന്ന് നേരത്തെ പരിപാടികളൊക്കെ തീർന്നു. ഞണ്ട് തലേന്ന് ദിവസം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സപ്പോർട്ട് ഇതാ ആ സൈഡ് ഈ തെങ്ങൊക്കെ മറിഞ്ഞുകൊണ്ട് കാണില്ല. നിരക്കനെ 3 തെങ്ങ് ഉണ്ടാവുകൊണ്ടാണ് കാണാത്തതെങ്കിലും അത് അപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സപ്പോട്ട മരം. അപ്പം വലിയ മരം, അത്ര വലിയ തടിയില്ല മരമല്ല, നീളമുണ്ട്, തടി അങ്ങനെ കുറവാണ്. അപ്പോൾ അതൊക്കെ പോലായി. പിന്നെ ഇത് ഇപ്പോൾ കാണിച്ച ആ സൈഡിൽ നിന്നൊരു പ്ലാവ്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേ ആശുപത്രീൻ്റെ ഒരു സൈഡ് കാണുന്നുണ്ടാവും. ഗവൺമെൻറ് ആശുപത്രിയാണ്. ഞങ്ങൾക്കിത് കുറേ ദൂരം പോലെ തോന്നും, കാരണം നമ്മൾ ചുറ്റി പോകുന്നതുകൊണ്ട്. പക്ഷേ ഇത്രയും അടുത്താണ് സംഭവം. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തന്നത് ഈ പ്ലാവാണ്. ഇതും കൂടെ പോകാനുള്ളതാണ്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൃത്തിയാക്കിയതും എടുത്തതുമായ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കത്തിക്കേണ്ടതും. കുറച്ച് ഇതായിട്ടുള്ളത് കടലാസും പേപ്പറും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കത്തിച്ചു. പിന്നെ ഇത് നമ്മളെ ചന്ദ്രേട്ടൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പകുതിയേ ഉള്ളൂ കേട്ടോ, ഫുള്ളായിട്ടില്ല. പൂർണ്ണചന്ദ്രനല്ല, അർദ്ധചന്ദ്രനാണ്. അപ്പോൾ അതൊക്കെ പുറത്ത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. ഇത് നമ്മുടെ പുതിയ ാണ്. അതിൻ്റെ റൂമിലേക്ക് ആക്കിയതാണ്. നല്ല രസമുണ്ട്. ഇതിൽ എനിക്ക് കുഷ്യൻ കൂടെ വരാനുണ്ട്. കുഞ്ഞൻ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പുറത്തേക്കാണ് കേട്ടോ. നമ്മളെ ഏട്ടൻ തന്നെ ചെയ്തു തന്നെയാണ്. നല്ല പണിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. പുറത്തെ തന്നെ കുറച്ചും കൂടെ നീളമുണ്ട്, കുറച്ചും കൂടെ വീതിയുണ്ട്. അപ്പോൾ ഒരാൾക്ക് കറക്റ്റായിട്ട് കിടക്കാനുള്ള ഭാഗത്തിനുണ്ട്. എന്തായാലും ഇത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.